ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും ആര് ഭരണം പിടിച്ചെടുക്കുമെന്നതിലൊരു ചർച്ച ഇനിയും ആവേണ്ടതുണ്ട്. കാരണം ബി.ജെ.പിക്ക് ഒറ്റ കക്ഷിയാകാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 2019 അപേക്ഷിച്ച് കനത്തൊരു തിരിച്ചടി തന്നെ NDA മുന്നണിക്ക് ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 291 സീറ്റ്, 400+ സീറ്റ് എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ NDAക്ക് 291 സീറ്റിലേക്ക് ഒതുങ്ങിയ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. മറിച്ച് ഇന്ത്യ സഖ്യം 234 സീറ്റ് നേടുകയും കഴിഞ്ഞു. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് സർക്കാർ രൂപീകരണം, ആരൊക്കെ കിങ് മേക്കർ ആകും എന്ന് തന്നെയാണ്, ആര് ഡിസിഷൻ മേക്കർ ആകും എന്ന് തന്നെയാണ് അറിയേണ്ടത്. നാഷണൽ ഡെസ്കിൽ നിന്നും കമലേഷ് തെക്കേക്കാടുണ്ട്. കമലേഷ്, എങ്ങനെയാണ് ബി.ജെ.പിയുടെ നീക്കങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം എങ്ങനെയാണ്? തീർച്ചയായും വലിയ നിലയിലുള്ള ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ്, വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് BJP ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ആ നിലയിലുള്ള ഒരു വിജയം BJPക്ക് ഇക്കുറി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ ദിവസം ഇന്ന് അടയാളപ്പെടുത്തുന്നത് സ്വാഭാവികമായും BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ BJPക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട പല നിർണായകമായ തീരുമാനങ്ങളും രാജ്യത്തെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഈ കേവല ഭൂരിപക്ഷം കടക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയായി തന്നെ BJP കാണേണ്ടി വരും എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ 303 സീറ്റുകളിലാണ് BJP ഒറ്റയ്ക്ക് ജയിച്ചു മുന്നേറിയത്. പക്ഷേ ഇക്കുറി NDA, അതായത് ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള നിലയിൽ പോലും ആ 303 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ 300-ന് അടുത്തുള്ള നമ്പറിലേക്ക് പോലും എത്താൻ NDAക്ക് കഴിഞ്ഞിട്ടില്ല, BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം എടുത്തു പറയേണ്ടത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ കുതിപ്പ് തന്നെയാണ്. വലിയ നിലയിൽ കോൺഗ്രസ് അടക്കം മികച്ച പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു. അതിൻ്റെ ഫലമുണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ തവണ 44 സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ഇക്കുറി 99 സീറ്റിലേക്ക് കുതിച്ചുയർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സ്വാഭാവികമായും ഒരു മികച്ച പ്രതിപക്ഷമാകാൻ എങ്കിലും ഇക്കുറി കോൺഗ്രസിന്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനിയിപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു സ്ഥാനമില്ല എന്ന് പറഞ്ഞൊരു BJP സഖ്യം, അവരുടെ ആ ഒരു വാദം തന്നെ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. റായ്ബറേലിയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി എത്തുന്നു. നെഹ്റു കുടുംബത്തിന്റെ ആ സീറ്റ് നിലനിർത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം അമേഠി എടുത്താൽ കഴിഞ്ഞ തവണ രാഹുലിനെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമി എത്രമാത്രം അത് ഇന്ത്യ സഖ്യത്തിനോടൊപ്പമുണ്ടെന്ന് വിളിച്ചോതുന്ന ഒരു കാര്യം തന്നെയാണ് കമലേഷ്. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുളസി, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 ഉദാഹരണങ്ങളിൽ നിന്ന് മാത്രം BJP എത്രത്തോളം പിന്നോട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. കഴിഞ്ഞ തവണ 4 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിരുന്ന നരേന്ദ്രമോദി ഇക്കുറി 1.5 ലക്ഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഇടിവാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് വാരണാസി പോലെ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ പോലും മറിച്ച് ജനങ്ങൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ, BJPക്കെതിരെ ജനങ്ങൾ, വോട്ടർമാർ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് തുളസി ഇപ്പോൾ സൂചിപ്പിച്ചത് അമേഠിയിലെ പരാജയം. അതിൽ സ്മൃതി ഇറാനി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി മുന്നോട്ട് വന്നതാണ്. പക്ഷേ ഇക്കുറി ഈ പറഞ്ഞതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നേതാവ് കിഷോരി ലാൽ ഇവിടെ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ BJPക്കെതിരായ ഒരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തന്നെയാണ് നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുക. അല്ലെങ്കിൽ അതിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഈ 2 കാര്യങ്ങൾ എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലടക്കം രാജ്യതലസ്ഥാനം ഇന്ദ്രപ്രസ്ഥം കാണാൻ പോകുന്നത് തിരക്കിട്ട വിലപേശലുകളും കുതിരക്കച്ചവടവും അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരക്കിട്ട ചർച്ചകളും നീക്കങ്ങളുമാണ് രാജ്യതലസ്ഥാനത്ത് ഇനി നടക്കാൻ പോകുന്നത്. ഒരു വേളയിൽ പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിലുള്ള സൂചനകൾ നൽകിക്കൊണ്ടൊക്കെ
ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ BJP-യെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഈ ഭരണം നിലനിർത്തണമെങ്കിൽ ഏറ്റവും പ്രധാനമായും രണ്ട് കക്ഷികളുടെ പിൻബലം കൂടിയേ തീരൂ. അത് ഒന്ന് JDU, നിതീഷ് കുമാറിന്റെ JDU, അതുപോലെ തന്നെ തെലുങ്കുദേശം പാർട്ടി, നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി, ഈ രണ്ട് കക്ഷികളെയും ഒപ്പം നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടൽ പിന്നാലെ തന്നെ ഈ നരേന്ദ്രമോദിയുടെ ഒരു പ്രതികരണം വരികയുണ്ടായി. അതിൽ തന്നെ ചന്ദ്രബാബു നായിഡുവിനെ ആശംസകൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു എന്ന തരത്തിലുള്ള വരികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഇവരെ എന്തായാലും ഒരു ഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സത്യപ്രതിജ്ഞ, ഒരു നീക്കത്തിന് വേണ്ടി സർക്കാർ രൂപീകരിക്കാനായി ഇവരുടെ അടുത്തേക്ക് ചെല്ലും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയല്ലേ? തീർച്ചയായും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഇതിൽ നായിഡുവിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിങ് മേക്കർ എന്നുള്ള നിലയിൽ പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി മുന്നേറുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NDAയുടെ കൺവീനർ സ്ഥാനം അടക്കം നൽകാം എന്നുള്ള തരത്തിലുള്ള ഓഫറുകൾ ഇപ്പോൾ തന്നെ നൽകിക്കൊണ്ട് നായിഡുവിനെ ഒപ്പം ചേർത്ത് പിടിക്കാനുള്ളൊരു നീക്കത്തിന് BJP തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ ഈ രണ്ട് കക്ഷികൾ JDU അതുപോലെ തന്നെ TDP, ഈ രണ്ട് കക്ഷികളും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഒരു കക്ഷികളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരെ ഒപ്പം നിർത്തിയാൽ മാത്രമേ BJP-ക്ക് സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭൂരിപക്ഷം ലഭിക്കുകയുള്ളൂ എന്നതാണ് നിലവിലെ സാഹചര്യം. അതോടൊപ്പം തന്നെ ഇവരെ അടർത്തി മാറ്റിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം നിർത്താനുള്ള ഒരു ഇടപെടൽ ഇന്ത്യ മുന്നണി നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതടക്കം വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും BJP-യെ സംബന്ധിച്ച് ഈ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം, നേരത്തെ തുളസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വലിയ തിരിച്ചടി, അവിടെ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലടക്കം വലിയ തിരിച്ചടി ഇക്കുറി BJP-ക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് അയോധ്യ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുമെന്ന് കരുതിയിരുന്ന ഒരു വിഷയമാണ്. രാമജന്മഭൂമിയിൽ രാമക്ഷേത്രമടക്കം പണിതുകൊണ്ട് അതൊരു വോട്ട് ബാങ്കാക്കി ഉയർത്താനുള്ള ഒരു ശ്രമം BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിലുള്ള ആക്ഷേപം നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രാമക്ഷേത്രവും ആ ഇടപെടലും ഒന്നും തന്നെ BJP-യെ തുണച്ചില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. അയോധ്യ അടക്കം ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ദയനീയമായ തോൽവി BJP-ക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഉത്തരേന്ത്യയിൽ UP-യിലെ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പകുതിയോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ സീറ്റുകളുടെ പകുതിയോളം സീറ്റുകൾ ഇക്കുറി കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം UP-യിലുണ്ട്. UP എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറയായിരുന്നു. ആ അടിത്തറ BJP-ക്ക് ഇളകിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും ഇപ്പോൾ കർണാടകയിലടക്കം വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കുന്നു. തമിഴ്നാട്ടിൽ DMK സഖ്യം ഈ സീറ്റുകളാകെ തന്നെ തൂത്തുവാരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ മറിച്ച് ഒരു ഫലമുണ്ടായിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ്. ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ ഒരു സീറ്റ് BJP-ക്ക് സ്വന്തമാകുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ദക്ഷിണേന്ത്യയിൽ ആശ്വാസകരമായ ഒരു കാര്യവും BJP-യെ സംബന്ധിച്ചില്ല. അതോടൊപ്പം ഉത്തരേന്ത്യയിൽ കയ്യിലുണ്ടായിരുന്ന സീറ്റുകളെല്ലാം BJP-ക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ രണ്ട് കക്ഷികൾ JDU അതുപോലെ തന്നെ TDP, രണ്ട് കക്ഷികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മൂന്നാമതും ഒരു NDA സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു ഇടപെടലാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ വിജയവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ ശരത് പവാർ അല്ലെങ്കിൽ ശിവസേന കൂട്ടുകെട്ട്, അതിൽ മികച്ചൊരു വിജയം തന്നെയാണ് കോൺഗ്രസ് ശിവസേന ശരത് പവാർ കൂട്ടുകെട്ടിൽ മികച്ചൊരു വിജയം തന്നെയാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നേടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ സുപ്രീം കോടതി അടക്കം ഈ അജിത് പവാറും ഷിൻഡെ സഖ്യവുമാണ് യഥാർത്ഥ ശിവസേന അല്ലെങ്കിൽ യഥാർത്ഥ സഖ്യമെന്ന് പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ BJP-ക്ക് പോലും അനുകൂലമായി കോടതി അടക്കം നിന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ മഹാവികാസ് അഘാടി സഖ്യത്തിന് മികച്ചൊരു ജയം മഹാരാഷ്ട്ര വോട്ടർമാർ നൽകുന്നത്. തീർച്ചയായും തുളസി, ആ നിലയിൽ തന്നെ വേണം അതിനെ കാണാൻ. വലിയ നിലയിലുള്ള ഒരു തിരിച്ചടി ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സഖ്യത്തിനെല്ലാം ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. തുളസി സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിൽ നിന്നടക്കം തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും BJP-യുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുകളും വിമർശനങ്ങളും പ്രതികൂലമായ ഇടപെടലുകളും എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ അഘാടി സഖ്യം അടക്കം
വലിയ ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കുന്നത്, ശിവസേന അടക്കമുള്ള കക്ഷികൾ വലിയ ഒരു മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുന്നത്. അതെല്ലാം ചേർത്ത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ദക്ഷിണേന്ത്യയിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാകുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ഒരു കുതിപ്പ് തന്നെയാണ്. 234 സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണി മുന്നേറുന്ന ഒരു സാഹചര്യം. അതേസമയം 291 എന്ന നമ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു NDA എന്നതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും കോൺഗ്രസ് വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്നു എന്ന നിലയിലുള്ള ഒരു വിശകലനം ഇതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അത്തരമൊരു ഒരു പോയിന്റിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതായാലും 99 എന്ന വലിയ ഒരു സംഖ്യയിലേക്ക്, അതായത് നേരത്തെ ലഭിച്ചിരുന്ന സീറ്റിന്റെ നേരെ ഇരട്ടിയിലധികം സീറ്റുകളിലേക്ക് കോൺഗ്രസ് മുന്നേറുന്നു. NDA മുന്നണിക്ക് ആശ്വാസം പകരുന്ന ഒരു റിസൾട്ടും അതുപോലെ ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം പകരുന്നൊരു തെരഞ്ഞെടുപ്പ് ഫലവുമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർമാർ നൽകിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ആര് സർക്കാർ രൂപീകരിക്കും, അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ NDA മുന്നണിയുടെയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും നീക്കങ്ങൾ എന്താകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ രാജ്യം തന്നെ ഉറ്റുനോക്കുന്നത്.